തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ ഡ്രസ് കോഡ് വിവാദത്തിൽ ജീൻസും ലെഗിൻസും ധരിക്കുന്നത് ഒഴിവാക്കണമെന്ന സർക്കുലറിനെതിരെ എതിർപ്പുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. എന്നാൽ സർക്കുലർ നേരത്തെ നിലവിലുള്ളതാണെന്നും വിദ്യാർത്ഥികൾ അത് പാലിക്കാത്തതുകൊണ്ടാണ് വീണ്ടും പുറപ്പെടുവിച്ചത് എന്നും വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾക്ക് ഡ്രസ് കോഡ് ഏർപ്പെടുത്തി വ്യാഴാഴ്ചയാണ് വൈസ് പ്രിൻസിപ്പൽ സർക്കുലർ പുറപ്പെടുവിച്ചത്. പെൺകുട്ടികൾ സാരിയും ചുരിദാറും പോലുള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ. ജീൻസും ലെഗിൻസും ഷോർട്ട് ടോപ്പുകളും ധരിക്കാൻ പാടില്ല. ശബ്ദമുണ്ടാക്കുന്ന ആഭരണങ്ങളും ധരിക്കരുത്. ആൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ധരിക്കാൻ പാടില്ല എന്നും സർക്കുലറിൽ പറയുന്നു. ഈ സർക്കുലർ തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഒരു കുട്ടി ഏത് ഡ്രസ്സ് ധരിക്കണമെന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ഡോക്ടറുടെ ഡ്രസ്സിങ്ങും ഡോക്ടർ താടി വെച്ചിട്ടുണ്ടോ, ഡോക്ടർ ജീൻസ് ഇട്ടിട്ടുണ്ടോ, അതൊക്കെ എന്തിനാണ് രോഗി നോക്കുന്നത്? അതേസമയം ഈ നിബന്ധനകൾ നേരത്തെ നിലവിലുള്ളതാണെന്നും വിദ്യാർത്ഥികൾ അത് പാലിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും വൈസ് പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും അവരൊരു ഡിസ്കഷനോ ഒക്കെ അവസരം കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്കെതിരായിട്ട് കർശനമായിട്ടൊന്നും നിൽക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സംഭവത്തിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം അധികൃതരോട് വിശദീകരണം തേടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.